കൂടുതൽ മുറുകുകയാണ്. നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന വെളിപ്പെടുത്തലുകൾ പല കോണുകളിൽ നിന്നാണ് ഉയർന്നു വരുന്നത്. ഒടുവിൽ വീണ മണിയാണ് അത്തരമൊരു വെളിപ്പെടുത്തലുമായി ചില തെളിവുകൾ സഹിതം അവർ രംഗത്ത് വന്നത്. യഥാർത്ഥത്തിൽ ഈ വീണ മണി പറയുന്നത് യഥാർത്ഥത്തിൽ വല്ല കാര്യവുമുണ്ടോ അവർ പറയുന്നത്? അവരെ നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുമോ? അവർ പറയുന്നത് ഈ അന്വേഷണം വഴിതിരിച്ചു വിടുവാൻ വേണ്ടിയിട്ട്, ആരൊക്കെയോ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പോലീസ് ചില ഇടപെടലുകളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട് എന്നാണ്. ഇതിനെ വിശ്വസിക്കാൻ പറ്റുമോ? ഗൗതം, അത് പറയുന്നതിന് മുമ്പേ നമ്മൾ നേരത്തെ ചെയ്തൊരു വാർത്തയിൽ @പ്രേംരാജൻ 9451 എന്ന ഐഡിയിൽ നിന്നൊരു കമൻറ്റ് വന്നു. ആ കമൻറ്റ് ഇങ്ങനെയാണ്: വീണ എൻ്റെ നാട്ടുകാരിയാണ്, അവൾ എപ്പോഴാണ് ജോലി ലഭിച്ചതെന്ന് നമുക്കറിയില്ല. വീണയെക്കുറിച്ച് അവരുടെ നാട്ടിൽ ഒന്ന് നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾ പറയുന്ന ഭീഷണിയോ മറ്റൊന്നും അവൾക്കില്ല. എൻ്റെ അയൽവാസിയാണ് വീണ. അവളുടെ ഹിസ്റ്ററി നിങ്ങളൊന്ന് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും അവളെ പൊക്കി നടക്കില്ല. പിന്നെ ഇപ്പം നാളെ ഞാനും ചിലതൊക്കെ കണ്ടു എന്ന് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ എന്നെയും ഇൻ്റർവ്യൂ ചെയ്യും. വീണയ്ക്കൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് ഹാജരാക്കിയാൽ CBI പിന്നെ അവളെ ചോദ്യം ചെയ്യില്ല. ഞാൻ ഈ നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ നവീൻ ബാബുവിൻ്റെ കൂടെ തന്നെയാണ്. പാർട്ടി നിലപാടിനോട് എനിക്കൊരു യോജിപ്പുമില്ല. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒരാളെ പൊക്കി നടക്കുന്നത് നിങ്ങൾക്ക് വെറുതെ ഒരു വീഡിയോ ചെയ്യാം എന്നല്ലാതെ അവൾ നിങ്ങൾ പറയുന്നത് പോലെ ചില്ലറക്കാരിയല്ല. അതിന് മറ്റൊരാൾ ഇട്ടിരിക്കുന്നത്: ഫേസ്ബുക്കിൽ താങ്കളുടെ ആശയം എന്തെന്ന് കൃത്യമായി മനസ്സിലായി. കണ്ണൂർ കമ്മ്യൂണിസ്റ്റ് എന്നാൽ കൊലപാതക രാഷ്ട്രീയമാണെന്ന് ഏത് പൊട്ടനും മനസ്സിലാകും. പിണറായി സർക്കാരിനെ വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. താങ്കളെപ്പോലെ IDF അനുഭാവി തന്നെയായിരുന്നു നവീൻ ബാബുവിൻ്റെ കുടുംബവും. താങ്കളെപ്പോലെ LDF അനുഭാവി തന്നെയായിരുന്നു നവീൻ ബാബുവിൻ്റെ കുടുംബവും. കണ്ണൂർ ലോബിക്ക് വലിപ്പം നോക്കിയേ കൂട്ടി നിൽക്കാൻ സാധിക്കൂ. കൊലപാതകമാണെന്ന് ഏതൊരാൾക്കും കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന എത്രയോ വസ്തുതകൾ ഈ കേസിലുണ്ട്. വീണ പറഞ്ഞില്ലെങ്കിലും അതാണ് സത്യം. പക്ഷേ കണ്ണൂർ നിയമം അപരാധികളുടെ കൂടെ നിൽക്കൂ. അസത്യമൊരിക്കലും സത്യമാകില്ല. അടിമയായ സഖാവിന്റെ രോദനം. സർക്കാർ മുഖ്യമന്ത്രി ശ്രീമാൻ ഗോവിന്ദൻ എല്ലാ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം. ആ കുടുംബത്തിന് നീതി ലഭ്യമാക്കുക മാത്രമാണ് ഇവരുടെ ഏക ലക്ഷ്യം. അതിനായി വിശ്രമമില്ലാതെ പരിശ്രമം. ധന്യ, ഇതിൽ ഇദ്ദേഹം പറയുന്നത് ഇതൊരു പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നൊരു അഭിപ്രായമാണ്. യഥാർത്ഥത്തിൽ പാർട്ടി എന്തിനാണ് ഇങ്ങനെ ഈ രീതിയിൽ തരം താഴുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. സർക്കാർ തന്നെ. കാരണം കൃത്യവും വ്യക്തവുമാണ്. ഒരുപാട് സാഹചര്യ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതൊരു കൊലപാതകം തന്നെയാണ്. കാരണം ദുരൂഹതകൾ ഏറെയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ തൊട്ട് ദുരൂഹതകളുടെ കളിയാണ്. പിന്നീട് ഇപ്പം വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരുപാട് കാര്യങ്ങളുടെ മിസ്സിങ്. ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ബോഡി ഓരോ തരത്തിൽ റിയാക്ട് ചെയ്യും. അത്തരം റിയാക്ഷനൊക്കെ ബോഡിയുടെ പ്രകടമായിട്ടുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളൊന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടില്ല. അപ്പം തുടക്കം മുതൽ ഒടുക്കം വരെ ദുരൂഹതകൾ നിറഞ്ഞിരിക്കുന്ന ഒരു അന്വേഷണമാണ് നിലവിൽ നവീൻ ബാബുവിൻ്റെ കേസിൽ നടന്നിരിക്കുന്നത് എന്ന് ഏത് പൂച്ചക്കുട്ടിക്ക് പോലും പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ സർക്കാരിന് ഇത് മനസ്സിലാവുന്നില്ല. സർക്കാർ കോടതി പറയുന്നത് ഇല്ല, ഇവിടെ യാതൊരു തരത്തിലുള്ള ദുരൂഹതകളുമില്ല, പോലീസ് വളരെ കൃത്യമായിട്ടാണ് അന്വേഷണം നടത്തിയിരിക്കുന്നത്. ഈ സർക്കാരിന് എന്താണ് ഈ സർക്കാർ ഇങ്ങനെ പ്രതികരിക്കുന്നത്? ഇതിപ്പോ വീണാമണിക്കെതിരെ വെട്ടിക്കിളി സൈബർ കൂട്ടങ്ങൾ രംഗത്തെത്തി എന്നുള്ളതാണ്. വീണാമണി ചില കാര്യങ്ങൾ കണ്ടു, അത് പബ്ലിക്കിന്റെ മുന്നിൽ അവർ തുറന്നു പറയുന്നു. അവർക്ക് ആരെയും ഭയമില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഇരിക്കൂറിൽ പോലീസ് സ്റ്റേഷൻ അടുത്താണ് എൻ്റെ വീട്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വരാം, എന്നോട് സംസാരിക്കാം, എന്നെ കൊല്ലണമെന്നവർക്ക് കൊന്നിട്ട് പോകാം. അത്രയും ധൈര്യമുള്ള തൻ്റെടിയായ, അല്ലെങ്കിൽ തൻ്റെടി ഞാൻ ഉദ്ദേശിച്ചത് തുറന്നു പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരു സ്ത്രീയാണവർ. അപ്പൊ ഇനി അവരെ തകർക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പഴയതുപോലെ ഇപ്പൊ എനിക്ക് തോന്നുന്നു TP ചന്ദ്രശേഖരൻ 51 വെട്ടിക്കൊന്നതിന് ശേഷം സഹാക്കന്മാരൊക്കെ ഒന്ന് അടങ്ങിയിട്ടുണ്ട്. അത് വലിയ രീതിയിൽ അവർക്ക് തന്നെ തിരിച്ചടി ആയതുകൊണ്ട് മാത്രമല്ല, TPയുടെ ഭാര്യ KK രമ പിണറായിയെ എവിടെ കിട്ടിയാലും തൊലിയുരിച്ചു വിടുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അപ്പൊ ആ ഒരു ഭയം സഹാക്കന്മാർക്കുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്നാണ് വെട്ടുക്കിളികളെ കൊണ്ട്, പോരാളി ഷാജി ഉൾപ്പെടെയുള്ള വെട്ടുകിളികളെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇരുന്നാണ് ഇവരെയൊക്കെ പ്രതിരോധിക്കുന്നത് അല്ലെങ്കിൽ നേരിടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി വീണാമണി ലോകത്തില്ലാത്ത കുറ്റങ്ങളായിരിക്കും വീണാമണിക്കെതിരെ ഇനി ഉണ്ടാകുന്നത്. വീണാമണി കള്ളിയാണ്, പച്ചക്കള്ളമാണ് പറയുന്നത്. ഇപ്പോൾ പറയുന്നത് പോലെ ജോലിയില്ല, അവൾക്ക് ജോലി കിട്ടിയോ എന്ന് ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല, എൻ്റെ നാട്ടുകാരിയാണ്,
സർക്കാർ നിലപാടിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. പക്ഷേ വീണാമണി പറയുന്നത് സത്യവുമല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സ്ത്രീ, അവർക്ക് നവീൻ ബാബുവിനെ അറിയാം വ്യക്തിപരമായി. അവരുടെ നാട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരു ADM ആണ്. അവർ പല ആവശ്യങ്ങൾക്ക് നവീൻ ബാബുവിനെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അതിലപ്പുറം ആ മനുഷ്യനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയത് കണ്ടു എന്ന് പ്രത്യേകിച്ച് CPM-നെതിരെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എത്രയാണ് എന്ന് വീണാമണിക്ക് നന്നായിട്ട് അറിയാം. പലരും കണ്ടതുപോലും കണ്ടില്ല എന്ന് പറയുന്നിടത്താണ്, പ്രത്യേകിച്ച് CPM ആണെങ്കിൽ. കാരണം ഏത് വഴിക്കൂടെയാണ് വെട്ട്, തല്ല്, പിന്നെ ഇന്നോവ ഇതൊക്കെ വന്നു കയറുന്നതെന്ന് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് പലരും കണ്ടാൽ പോലും കണ്ടില്ല എന്ന് പറയുന്ന ഈ ഒരു സമയത്താണ് വീണാമണി ധീരയായി മുന്നോട്ട് വന്ന് പറയുന്നത് നവീൻ ബാബുവിനെ കൊന്നത് തന്നെയാണ്. ചില ഗുണ്ടകൾ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ ബോഡി നന്നായി പരിശോധിക്കണമായിരുന്നു, റീപോസ്റ്റ്മോർട്ടം നടത്തണമായിരുന്നു. നിർഭാഗ്യവശാൽ അതിനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇത്രയും തൻ്റെ ഇടത്തോടെ ഒരു സ്ത്രീ പറയുമ്പോൾ ഈ കേസിൽ CBI അന്വേഷണം വന്നാൽ ഇതൊരു വലിയ വഴിത്തിരിവായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പ്രത്യേകിച്ച് തെളിവുകൾ അവരുടെ കയ്യിലുണ്ടെങ്കിൽ വെറുതെ ഒരാൾ വന്ന് ഞാൻ ഇങ്ങനെ കണ്ടു എന്ന് പറയില്ലല്ലോ, പ്രത്യേകിച്ച് CPM-നെതിരെ. അപ്പോൾ കൃത്യമായ തെളിവുകൾ അവരുടെ കയ്യിൽ ഉണ്ടാകണം. അതുകൊണ്ടാണല്ലോ അവരൊരു മാധ്യമത്തിന് മുന്നിൽ നിന്ന് ധൈര്യപൂർവ്വം സംസാരിക്കാൻ തയ്യാറായത്. കണ്ണൂരിൽ നിന്ന് മലയാളപ്പുഴ വരെ അവർ കുടുംബാംഗങ്ങളെ കാണാൻ എത്തിയതും വെറുതെ ആയിരിക്കില്ലല്ലോ. ഇതിൽ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസ് ആയിക്കോട്ടെ BJP ആയിക്കോട്ടെ, ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം നിലവിൽ, അതായത് വളരെ ശക്തമായിട്ടുള്ള, അതായത് ഇതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണ്, CBI വരണമെന്ന ശക്തമായിട്ടുള്ള വാദം മുമ്പോട്ട് വയ്ക്കുന്നില്ല എന്നുള്ളതൊരു വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു ADM, ഒരു PP ദിവ്യയെ പോലുള്ള ഒരു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധിക്ഷേപത്തെ തുടർന്ന് മനം നൊന്ത് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു എന്നൊക്കെ സാഹചര്യം രൂപപ്പെട്ടതിന്റെ സ്ഥിതിക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും കൂടി അവർ നടത്തേണ്ടതായിരുന്നു. കാരണം CBI വരണ്ട എന്ന് സർക്കാർ വാദിക്കുകയാണല്ലോ. എന്തുകൊണ്ട് അവരത് ചെയ്യുന്നില്ല? സർക്കാർ പറയുന്നത് എന്താണ്? അതിന് സർക്കാർ പറയുന്ന ന്യായം എന്താണ്? ഞങ്ങളുടെ പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നു. ശരി, നിങ്ങളുടെ പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നു, ഞങ്ങൾക്കതിൽ ഒരു സംശയവുമില്ല സാർ. നിങ്ങളുടെ പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളുടെ പോലീസ് അന്വേഷിച്ച CCTV ദൃശ്യങ്ങൾ എവിടെയാണ്? ഇൻക്വസ്റ്റ് പൂർത്തിയാക്കുമ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബത്തെ നിങ്ങൾ പങ്കെടുപ്പിക്കാത്തത് എന്താണ്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ വേണ്ട എന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ട് നിങ്ങൾ എന്തിനാണ് അവിടെ കൊണ്ടുപോയത്? നവീൻ ബാബുവിനെ കളക്ടർ ചേംബറിൽ വിളിച്ച് തെറ്റുപറ്റിപ്പോയി എന്ന് നവീൻ ബാബു പറഞ്ഞതിന്റെ CCTV ദൃശ്യങ്ങൾ നിങ്ങൾ ശേഖരിച്ചോ? പിന്നെ ക്വാർട്ടേഴ്സിൽ നിന്ന് മുനീശ്വർ കോവിലേക്ക് പോയ നവീൻ ബാബു തിരിച്ചെങ്ങനെയാണ് ക്വാർട്ടേഴ്സിൽ എത്തിയത്? അതാണ് വളരെ നിർണായകമായിട്ടുള്ള ഒരു ചോദ്യം. എങ്ങനെയാണ് അദ്ദേഹം എത്തിയത്? അദ്ദേഹം ഏതാണ്ട് രാത്രി ഒരു 5 മണി കണക്കിലായിരിക്കും തൂങ്ങിയിട്ടുണ്ടാവും. അതിന്റെ ഒരു സമയം എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. മരണസമയം 5:30-ക്കും 6-നും ഇടയ്ക്ക് എന്നാണ് ഇടയ്ക്ക് എപ്പോഴോ വന്നത്. അതിൽ എത്രത്തോളം വ്യക്തതയുണ്ട് എന്ന് നമുക്കറിയില്ല. വെളുപ്പിന് 4:35 വരെ അദ്ദേഹം ഓൺലൈനിൽ 1 മണി വരെ ഓൺലൈനിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. കൂടെയുള്ള സുഹൃത്തിന് അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് മകളുടെ നമ്പർ അയച്ചു കൊടുത്തു എന്ന് പറയുന്നു. അതെന്തിനാണ് അയച്ചു കൊടുത്തത് എന്നറിയില്ല. മകൾ വിളിച്ചപ്പോഴും വീട്ടിൽ നിന്ന് വിളിച്ചപ്പോഴും രാവിലെ 5 മണിക്ക് കയറാൻ, ഞാൻ ട്രെയിനിൽ കയറാൻ പോകുന്നു എന്ന് പറഞ്ഞ മനുഷ്യൻ എന്തിനാണ് ഈ ദിവ്യ പറഞ്ഞു എന്ന് കരുതിക്കൊണ്ട് വന്ന് ഉടൻ തന്നെ വിഷമിച്ച് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. ദിവ്യ ഇവിടെ വെറും ഡമ്മിയാണ്. നമ്മളൊക്കെ ദിവ്യയുടെ പുറകെ പോയപ്പോൾ ദിവ്യ അവഹേളിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് നവീൻ ബാബു മരിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ കണ്ണുകളെല്ലാം ദിവ്യയുടെ പിന്നിലേക്ക് പോകുമ്പോൾ യഥാർത്ഥ കൊലയാളികൾ ഇവിടെ ഊറിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ദിവ്യ വെറും ഡമ്മി ആയിരുന്നു. അതായത് ദിവ്യയെ കൊണ്ട് അത് പറയിപ്പിച്ചിട്ട് നവീൻ ബാബു നാണക്കേട് കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കണം. അതിലൂടെ നവീൻ ബാബുവിനെ തീർക്കുക എന്നുള്ളതായിരുന്നു പലരുടെയും ലക്ഷ്യം. എന്തായാലും ഇതിലൊരു കൊട്ടേഷൻ മാഫിയ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അവർ തന്നെയാണ് നവീൻ ബാബുവിനെ ഇല്ലാതാക്കിയത്. അതിന് എങ്ങനെയാണ്, ഏത് തരത്തിലാണ് എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഈ ഒരു ദുരൂഹത മാത്രമല്ല, ഒരാള് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പം എന്തിനയാൾ ഒരുപാട് നേരം നിലത്ത് കിടക്കുന്നു? ആ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ? എന്തിനാ ബോഡി ഒരുപാട് നേരം നിലത്ത് കിടന്നിട്ടുണ്ടെന്നാണ് പല റിപ്പോർട്ടുകളിലും സൂചിപ്പിക്കുന്നത്. അതിന്റെ പാടുകളൊക്കെ ദേഹത്തുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പം ഇത്തരം രീതിയിൽ ഒരുപാട് കാര്യങ്ങളുടെ ദുരൂഹതകളുടെ ചുരുളഴിയാനുണ്ട്. അതിന് CBI വരിക തന്നെ വേണം. ഇത് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. കാരണം ഒരു സാധുവായിട്ടുള്ള ഒരാളുടെ കൊലപാതകമാണോ അത് ആത്മഹത്യയാണോ എന്ന് അറിയേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്.